ഹലോ, നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന ടോപ്പിക്ക് ഐസോടോപ്പാണ്. ഐസോടോപ്പ്. ഓക്കെ. സോ ഐസോടോപ്പ് എന്താണ്? ഐസോടോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ അറ്റോമിക നമ്പറും ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പർ ഉള്ള ആറ്റങ്ങളാണ് ഏത്? ഐസോടോപ്പുകൾ എന്ന് പറയുന്നത്. ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ആറ്റങ്ങൾ, അതായത് ഒരേ മൂലകത്തിൻ്റെ ആറ്റങ്ങൾ. അപ്പോൾ നമ്മൾ പ്രത്യേകം പറയണം, ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് കേട്ടോ, വ്യത്യസ്ത ആറ്റങ്ങൾ. സോ ഒരു മൂലകത്തിൻ്റെ, അതായത് ഒരേ അറ്റോമിക നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തായിരിക്കും? ഒരു സെയിം മൂലകം തന്നെയായിരിക്കും അല്ലേ? പക്ഷേ വ്യത്യസ്ത മാസ് നമ്പറുള്ള ആറ്റങ്ങൾ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏതാണ്? ഹൈഡ്രജൻ്റെ ആണ് നമുക്ക് എക്സാമ്പിൾ പറയാനായിട്ടുള്ളത്. ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകൾ എന്ന് പറയുന്നത് മൂന്നെണ്ണമാണുള്ളത്. ഒന്നെന്താണ്? പ്രോട്ടിയം. രണ്ടാമത്തത് ഡ്യൂട്ടീരിയം. മൂന്നാമത്തത് ട്രീഷ്യം. ഇങ്ങനെ മൂന്നെണ്ണമാണ് ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകൾ എന്ന് പറയുന്നത്. സോ ഹൈഡ്രജന് നമുക്കറിയാം, അതിൻ്റെ സിമ്പൽ H എന്നാണ്. അറ്റോമിക് നമ്പർ എപ്പോഴും എവിടെ എഴുതുക? ലെഫ്റ്റ് സൈഡിൽ താഴെയായിട്ടാണ് എഴുതുക അല്ലേ? സോ നമുക്ക് മൂന്നെണ്ണം അവിടെ ഉണ്ട്. മൂന്നിൻ്റെ അറ്റോമിക് നമ്പർ എന്താണ്? സെയിം ആണ്. പക്ഷേ അവരുടെ മാസ് നമ്പർ എന്താണ്? വ്യത്യസ്തമാണ്. ആറ്റങ്ങളുടെ അറ്റോമിക നമ്പറും സെയിം ആയിരിക്കും, പക്ഷേ വ്യത്യസ്ത മാസ് നമ്പർ ആയിരിക്കും ഉണ്ടാവുക. സോ ഈ വ്യത്യസ്ത മാസ് നമ്പറിന് കാരണം എന്തായിരിക്കും? നിങ്ങൾക്കറിയാമോ? സോ വ്യത്യസ്ത മാസ് നമ്പറിന് കാരണം നമുക്ക് ഓൾറെഡി അറിയാം. പ്രോട്ടോൺ അല്ലെങ്കിൽ ഇലക്ട്രോണിനെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്? അറ്റോമിക നമ്പർ എന്ന് വിളിച്ചത്. അതായത് പ്രോട്ടോണിൻ്റെ എണ്ണത്തിനെയോ അല്ലെങ്കിൽ ഇലക്ട്രോണിൻ്റെ എണ്ണത്തിനെയോ ആണ് നമ്മൾ എന്ത് വിളിച്ചിരിക്കുന്നത്? അറ്റോമിക നമ്പർ എന്ന് വിളിച്ചത്. അപ്പം അറ്റോമിക് മാസ് കാണാൻ നമുക്കൊരു അറ്റോമിക് മാസ് അല്ലെങ്കിൽ എ കാണാൻ നമുക്കൊരു ഫോർമുല അറിയാം. അതേതാണ്? Z പ്ലസ് N അല്ലേ? അതായത് N എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂട്രോണിൻ്റെ നമ്പറാണ് അല്ലേ? സോ ഇവിടെ അറ്റോമിക മാസ് എന്ന് പറയുന്നത് ഡിഫറൻസ് വരുന്നു. അറ്റോമിക മാസിൽ എന്ത് വരുന്നു? ഡിഫറൻസ് വരുന്നു. പക്ഷേ അറ്റോമിക് നമ്പർ എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. സോ ഇതിന് കാരണം എന്താണ്? അതായത് ഈ ഒരു അവസ്ഥയ്ക്ക്, അതായത് ഒരേ അറ്റോമിക നമ്പറും എന്നാൽ വ്യത്യസ്ത മാസ് നമ്പറും വരാൻ കാരണം എന്തായിരിക്കും? വ്യത്യസ്ത മാസ് നമ്പർ വരാൻ കാരണം ന്യൂട്രോണിൽ അതായത് ന്യൂട്രോണിൻ്റെ നമുക്കെങ്ങനെ എഴുതാം? ന്യൂട്രോണിലെ എണ്ണത്തിൻ്റെ വ്യത്യാസം. ഇതാണ് എന്തിലേക്ക് നയിക്കുന്നത്? ഐസോടോപ്പിലേക്ക് നയിക്കുന്നത്. ഐസോടോപ്പിലേക്ക് നമ്മളെ നയിക്കുന്നത്. ഓക്കെ. സോ ഇവിടെ ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളെയാണ് എന്ത് വിളിക്കുന്നത്? ഐസോടോപ്പ് എന്ന് വിളിക്കുന്നത്. ഓക്കെ. സോ ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകളാണ് പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രീഷ്യം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് പറയാനുള്ളത്, നമ്മളോടൊരു ചോദ്യം ചോദിക്കാം. മാസ് നമ്പർ 2 ഉള്ള ഹൈഡ്രജൻ്റെ ഐസോടോപ്പ് ഏത്? അപ്പോൾ നമുക്ക് എന്തൊക്കെ അറിയാം ഇതിൽ? മാസ് നമ്പർ 2 എന്നറിയാം. അതായത് എ എന്ന് പറയുന്നത് എത്രയാണെന്നറിയാം? 2 ആണെന്നറിയാം. ഹൈഡ്രജൻ്റെ ഐസോടോപ്പ് എന്ന് പറയുമ്പം Z എന്താണെന്ന് മനസ്സിലായി? 1 ആണെന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ അതിലുള്ള N എന്ന് പറയുന്നത് എത്രയായിരിക്കണം? N എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2 - 1 = 1. 2 - 1 = 1 അല്ലേ? സോ ഇവിടെ എന്താണ്? അറ്റോമിക മാസ് എന്ന് പറയുന്നത് 2 എന്ന് തന്നിട്ടുണ്ട് അല്ലേ? സോ ഈ 2 എന്ന് തന്നിട്ടുള്ളത് ഇതിലേതാണ്? ഡ്യൂട്ടീരിയമാണ്. ഏതാണ്? ഡ്യൂട്ടീരിയം.
ഡ്യൂട്ടീരിയം. ഓക്കെ, നമുക്കറിയാം ഡ്യൂട്ടീരിയം എങ്ങനെ എഴുതാം, H1 2 അല്ലേ. 1 എന്താണ് അറ്റോമിക് നമ്പറാണ്, 2 എന്താണ് അറ്റോമിക് മാസാണ്. സോ മാസ് നമ്പർ അല്ലെങ്കിൽ ഇങ്ങനെയും ചോദ്യം ചോദിക്കുക എന്താ, ന്യൂട്രോൺ ന്യൂട്രോണിൻ്റെ നമ്പർ 1 ആയിട്ടുള്ള ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് ഏത്, ന്യൂട്രോണിൻ്റെ, ഇങ്ങനെയും ചോദ്യം ചോദിക്കാം കേട്ടോ. ന്യൂട്രോണിൻ്റെ നമ്പർ 1 ആയിട്ടുള്ള ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് ഏത്? ആൻസർ എന്താണ്? ഡ്യൂട്ടീരിയം തന്നെ. ആൻസർ എന്താണ്? ഡ്യൂട്ടീരിയം തന്നെയാണ് ആൻസർ വരിക. ഓക്കെ, ഇനി അടുത്തത്, ഈ ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും സാധാരണ ഹൈഡ്രജൻ്റെ ഏറ്റവും സാധാരണ ഐസോട്ടോപ്പ് എന്ന് പറയുന്നത് ഏതാണ്? ഏറ്റവും സാധാരണ പങ്കുഴുത ഏറ്റവും സാധാരണ ഐസോട്ടോപ്പ് ഏതാണ്? പ്രോട്ടിയമാണ്. ഏറ്റവും സാധാരണ ഐസോട്ടോപ്പ് എന്ന് പറയുന്നത്, ഹൈഡ്രജൻ ഏറ്റവും സാധാരണ ഐസോട്ടോപ്പ് എന്ന് പറയുന്നത് പ്രോട്ടിയമാണ്. എന്നാൽ ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ഡ്യൂട്ടീരിയമാണ്. ഏതാണ്? ഡ്യൂട്ടീരിയമാണ്. എന്നാൽ ഹൈഡ്രജൻ്റെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ്, ഹൈഡ്രജൻ്റെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് ആൻസർ വരിക? ട്രീഷ്യമാണ്. ഓക്കെ, സോ മൂന്ന് രീതിയാണ്. പ്രോട്ടിയം ഏറ്റവും സാധാരണ ഐസോട്ടോപ്പാണ് ഹൈഡ്രജൻ്റെ. എന്നാൽ ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ് ഏതാണ്? ഡ്യൂട്ടീരിയമാണ്. എന്നാൽ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഐസോട്ടോപ്പ് ഏതാണ്? ട്രീഷ്യമാണ്. ഓക്കെ, അത് മറന്നു പോകരുത്. ഇനി വേറൊരു എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റുന്നത് കാർബണിൻ്റെ ഐസോട്ടോപ്പുകളാണ്. കാർബണിൻ്റെ ഐസോട്ടോപ്പുകൾ ഏതൊക്കെയാണ്? നമുക്കറിയാം കാർബണിൻ്റെ 3 കാർബണിൻ്റെ ഐസോട്ടോപ്പുകളുണ്ട്. കാർബണിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 6 ആണ്. എന്നാൽ അതിൻ്റെ അറ്റോമിക് മാസ് 12, 13, 14 എന്നിങ്ങനെയാണ്. 12, 13, 14. ഓക്കെ, സോ 3 എണ്ണമാണ് കാർബണിൻ്റെ ഐസോട്ടോപ്പ് എന്ന് പറയുന്നത്. സോ കാർബൺ 12, രണ്ടാമത്തത് കാർബൺ 13, മൂന്നാമത്തത് കാർബൺ 14. ഓക്കെ, സോ പ്രകൃതിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കാർബണിൻ്റെ ഐസോട്ടോപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ കാർബൺ 12. പ്രകൃതിയിൽ കൂടുതൽ കാണപ്പെടുന്ന കാർബണിൻ്റെ ഐസോട്ടോപ്പ് എന്ന് ചോദിച്ചാൽ കാർബൺ 12 ആണ്. കാർബണിൻ്റെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? കാർബൺ 14 ആണ് കേട്ടോ. ഏതാണ്? കാർബൺ 14 ആണ് വരിക. റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് കാർബൺ 14 ആണ് വരിക. സോ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ആയതുകൊണ്ട് തന്നെ അതിനെന്തിനുപയോഗിക്കും? ഫോസിലുകളുടെയും ജൈവ വസ്തുക്കളുടെയും കാലപ്പഴക്കം നിർണ്ണയിക്കാൻ എന്തുപയോഗിക്കുന്നുണ്ട്? കാർബൺ 14 ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ കാർബൺ ഡേറ്റിംഗ് ഒക്കെ പറയില്ലേ? അതായത് കുറേ കൊല്ലങ്ങൾക്ക് ശേഷം നമ്മൾ കണ്ടെത്തുന്ന സാധനങ്ങളുടെ കാലപ്പഴക്കം എത്രയാണെന്ന് അറിയാൻ നമ്മൾ ഉപയോഗിക്കുന്ന കാർബണിൻ്റെ ഐസോട്ടോപ്പാണ് ഇത് കാർബൺ 14 എന്ന് പറയുന്നത്. ഭൂഗർഭജലത്തിൻ്റെ കാലപ്പഴക്കം നിർണ്ണയിക്കാനും എന്തുപയോഗിക്കുന്നുണ്ട്? കാർബൺ 14 ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, സോ അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് ഐസോബാറിനെ കുറിച്ചാണ്. ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ ഒരേ അറ്റോമിക് നമ്പറും ഡിഫറെൻറ്റ് അറ്റോമിക് മാസുമായിരുന്നു. എന്നാൽ ഇവിടെ ഒരേ മാസ് നമ്പറാണ്, വ്യത്യസ്ത അറ്റോമിക് നമ്പറുമുള്ള ആറ്റങ്ങളാണ്. സോ ഉദാഹരണം പറയുകയാണെങ്കിൽ ആർഗൺ അതിൻ്റെ അറ്റോമിക് നമ്പർ 18 ആണ്. എന്നാൽ അതിൻ്റെ മാസ് എത്രയാണ്? 40 ആണ്. അതേപോലെ തന്നെ പൊട്ടാസ്യത്തിൻ്റെ മാസ് നമ്പർ എത്രയാണ്? 40 ആണ്. പക്ഷേ അതിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 19 ആണ്. ഓക്കെ,
സോ ഇത് എന്തിന് ഉദാഹരണമാണ്? ഐസോബാറിന് ഉദാഹരണമാണ്. അടുത്തതാണ് ഇത് അടുത്തത് ഐസോടോണാണ്. ഐസോടോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യസ്ത പ്രോട്ടോൺ ആയിരിക്കും, വ്യത്യസ്ത പ്രോട്ടോൺ എണ്ണം, എന്നാൽ തുല്യ എണ്ണം ന്യൂട്രോൺ. നമുക്കറിയാം ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പർ 1 ആണ്. ഓക്കെ, ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പർ എന്താണ്? 1. ഹീലിയത്തിൻ്റെത് 2 ആണ്. ഓക്കെ, ഇവിടെ 3, ഹീലിയത്തിൻ്റെത് 4. സോ ഇവർ ന്യൂട്രോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ഇവിടെ 2ലും എത്രയാണ്? ന്യൂട്രോൺ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ് അല്ലേ? ന്യൂട്രോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. ഓക്കെ, അടുത്തത് ഐസോമറാണ്. എന്താ ഐസോമർ എന്ന് പറഞ്ഞാൽ? വളരെ ഈസിയാണ്. ഐസോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കാനായിട്ട് ഒരേ തന്മാത്രാ സൂത്രമായിരിക്കും, എന്നാൽ വ്യത്യസ്ത ഘടനയായിരിക്കും. വ്യത്യസ്ത ഘടന ആയിരിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഗ്ലൂക്കോസും ഫ്രക്ടോസും. ഗ്ലൂക്കോസിൻ്റെയും നമുക്കിവിടെ എഴുതാം, ഗ്ലൂക്കോസിൻ്റെയും ഫ്രക്ടോസിൻ്റെയും തന്മാത്രാ സൂത്രം എന്ന് പറയുന്നത് സെയിം ആണ്. എത്രയാണ്? H12O6 ആണ് ഗ്ലൂക്കോസ്. ഫ്രക്ടോസ് എന്ത് തന്നെയാണ്? C6H12O6 തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഘടന എന്താണ്? വ്യത്യസ്തമായിരിക്കും. ഇപ്പം എത്ര കാർബൺ ഉണ്ട് ഇവിടെ? 6 കാർബൺ ഉണ്ട് അല്ലേ? 1, 2, 3, 4, 5, 6. സോ ഇവിടെ ആദ്യത്തെ കാർബണിൽ തന്നെ ഡബിൾ ബോണ്ട് വെച്ച് ആരോട് വയ്ക്കുന്നു? ഓക്സിജനോട്. ബാക്കിയൊക്കെ എന്താണ്? OH, H, ഇവിടെ H വരും. പിന്നെന്താ? OH, H, ഹൈഡ്രജൻ, OH, H. ഓക്കെ, എന്നാൽ ഫ്രക്ടോസിൻ്റെ വരുമ്പോൾ എങ്ങനെയാണ്? 6 കാർബൺ തന്നെയാണ്. 1, 2, 3, 4, 5, 6. ഒന്നും കൂടെ മുകളിലേക്ക് എഴുതാം. 1, 2, 3, 4, 5, 6. H, OH, ഇവിടെ എന്തില്ല? H ഉണ്ടാവില്ല. കാരണം എന്താണ്? ഈ C ഇവിടെ ഓക്സിജനുമായിട്ടാണ് ബൈൻഡ് ചെയ്യുന്നത്. ഇവിടെ എന്താണ്? OH, H. ഓക്കെ, ഇനി ഇവിടെ H, OH. സോ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് തന്മാത്രയാണ്. തന്മാത്ര. സോ നമുക്കറിയാം, ഒരു പദാർത്ഥത്തിൻ്റെ ഭൗതികപരമായ ഏറ്റവും ചെറിയ കണികയാണെന്ത്? ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര. തന്മാത്ര എന്ന് പറയുന്നത്. സോ ഇതിനെ പ്രപഞ്ചത്തിലെ ബിൽഡിംഗ്
ബിൽഡിംഗ് ബ്ലോക്കുകൾ എന്ന് വിളിക്കുന്നു. പ്രപഞ്ചത്തിലെ ബിൽഡിംഗ് ബ്ലോക്കുകൾ എന്ന് വിളിക്കുന്നു. അല്ലെങ്കിൽ ഇഷ്ടികകൾ എന്നറിയപ്പെടുന്നത്, പ്രപഞ്ചത്തിലെ ഇഷ്ടികകൾ അല്ലെങ്കിൽ പ്രപഞ്ചത്തിലെ ബിൽഡിംഗ് ബ്ലോക്കുകൾ എന്നറിയപ്പെടുന്നത് ആരെയാണ്? തന്മാത്രകളെയാണ്. ഈ തന്മാത്രകൾക്ക് എങ്ങനെയെല്ലാം നിൽക്കാൻ പറ്റുന്നുണ്ട്? സ്വതന്ത്രമായും സ്ഥിരമായും നിൽക്കാൻ സാധിക്കുന്നവയാണ് തന്മാത്ര. ഓക്കെ, നിൽക്കാൻ സാധിക്കുന്ന ഏറ്റവും ചെറിയ കണമാണ് ഇത് തന്മാത്ര എന്ന് പറയുന്നത്. സോ ഈ തന്മാത്ര എന്ന് പറയുന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? പദം ആദ്യമായി ഉപയോഗിച്ചത് അവഗാഡ്രോ ആണ്. ആരാണ്? അവഗാഡ്രോ ആണ്. ഓക്കെ, ഇനി ആറ്റങ്ങൾ ചേർന്ന് തന്മാത്ര ഉണ്ടാകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സ്ഥിരത കൈവരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി ഒരു പദാർത്ഥത്തിൻ്റെ, ഇതൊരു പദാർത്ഥമാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു പദാർത്ഥത്തിൻ്റെ തന്മാത്രയിലെ, ഇതിൻ്റെ അകത്ത് എന്തുണ്ട്? തന്മാത്ര ഉണ്ടല്ലേ. അതായത് ഒരു പ്രപഞ്ചത്തിൻ്റെ ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് എന്താണ്? തന്മാത്രയാണ്. സോ എല്ലാ പദാർത്ഥത്തിലും എന്തുകൊണ്ടാണ് ഉണ്ടായിരിക്കുന്നത്? തന്മാത്രകൾ കൊണ്ടാണല്ലേ. സോ ഈ തന്മാത്രയ്ക്കകത്താണ് ആരിയിരിക്കുന്നത്? ആറ്റങ്ങളിരിക്കുന്നത്. സോ ഈ തന്മാത്രയിലെ ആറ്റങ്ങളുടെ ശരിയായ എണ്ണം, തന്മാത്രയിലെ ആറ്റങ്ങളുടെ ശരിയായ എണ്ണം സൂചിപ്പിക്കുന്ന ഫോർമുലയെ വിളിക്കുന്ന പേരാണെന്ത്? തന്മാത്രാ സൂത്രം എന്ന് പറയുന്നത്. തന്മാത്രാ സൂത്രം. ഓക്കെ, സോ ഒരു വസ്തുവിൻ്റെയോ അതിൻ്റെ നിശ്ചിത ഭാഗത്തിൻ്റെയോ പിണ്ഡവുമായി താരതമ്യം ചെയ്ത് മറ്റു പദാർത്ഥങ്ങളുടെ പിണ്ഡം പ്രസ്താവിക്കുന്ന രീതിയാണെന്ത്? ആപേക്ഷിക മാസ് എന്ന് പറയുന്നത്. സോ ആപേക്ഷിക മാസിന് വേണ്ടിയിട്ട് നമ്മൾ ഒരാളെ എടുക്കുന്നുണ്ട്. അതാരാണ്? കാർബൺ 12 നമ്മൾ എടുക്കുന്നത്. ആരെയാണ്? കാർബൺ 12. ഓക്കെ, സോ റിലേറ്റീവ് മാസ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയുന്നത് ഏതാണ്? കാർബൺ 12 ആണ്. കാർബൺ 12 ആറ്റത്തിൻ്റെ 1/12 ഭാഗമാണ് എന്ത്? 1/12 ഭാഗമാണ് ആറ്റങ്ങളുടെ ആപേക്ഷിക മാസ്. ഓക്കെ, സോ ഇതാണ് അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി ഒരു അവഗാഡ്രോ സംഖ്യ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അവഗാഡ്രോ സംഖ്യ ഇതെത്രയാണ്? 6.022 × 10⁻23. ഓക്കെ, ഇതാണ് അവഗാഡ്രോ സംഖ്യ എന്ന് പറയുന്നത്. സോ ഇപ്പം നിങ്ങളോട് പറയാണ്, കഴിഞ്ഞ LPUPക്ക് ചോദിച്ച ചോദ്യമാണ്. അതായത് 180 ഗ്രാം ജലത്തിൽ അടങ്ങിയിരിക്കുന്ന ജലതന്മാത്രകളുടെ എണ്ണം കാണുക എന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ LPUPക്ക്. സോ അതിൻ്റെ എങ്ങനെ കാണാം? അതായത് ഗ്രാം അറ്റോമിക് മാസാണ് എന്ത്? തന്മാത്രകളുടെ എണ്ണം കാണാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ മാസിൻ്റെ എണ്ണം, ഗ്രാം അറ്റോമിക് മാസിൻ്റെ എണ്ണം എങ്ങനെ കാണാം? തന്നിരിക്കുന്ന മാസ് ഡിവൈഡഡ് ബൈ എന്താണ്? മൂലകത്തിൻ്റെ ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്കിവിടെ അറിയാം ഇതിങ്ങനെ ചെയ്യുമ്പം 180 ആണ് നമുക്ക് തന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഇനി H2O ആണെന്ന് തന്നിട്ടുണ്ടല്ലേ. H2O എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രജൻ്റെ മാസ് എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. എന്നാൽ ഓക്സിജൻ്റെ മാസ് എന്ന് പറയുന്നത് എത്രയാണ്? 8 ആണല്ലേ. 8. ഓക്കെ, ഓക്സിജൻ്റെ എന്ന് പറയുന്നത് എത്രയാണ്? 8 ആണ്. സോ ഇവിടെ ഹൈഡ്രജൻ എന്ന് പറയുന്നത് 2 എണ്ണമുണ്ട്. സോ 2. ഇനി 16 ആണ് ഓക്സിജൻ്റെ അറ്റോമിക് മാസ്. എത്രയാണ്? ഓക്സിജൻ്റെ എത്രയാണ്? 16 ആണ് അല്ലേ. സോ ഇവിടെ എത്ര നമുക്ക് കിട്ടും? 16 + 2 എന്ന് പറഞ്ഞാൽ 18 ഗ്രാം ആയിട്ട് നമുക്ക് കിട്ടും. സോ 180/18 × അവഗാഡ്രോ നമ്പർ എന്ന് പറയുന്നത് 6.022 × 10⁻23 ആണ്. സോ എത്ര നമുക്ക് കിട്ടും? 10 × 6.022 × 10⁻23 എന്ന് നമുക്ക് ആൻസർ കിട്ടും. സോ ഇതാണ് നമ്മുടെ കഴിഞ്ഞ LPUPൻ്റെ ആൻസർ എന്ന് പറയുന്നത് കേട്ടോ, മറന്നു പോകരുത്. ഇനി സോ ഇത്രയേ ഉള്ളൂ തന്മാത്രയിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, ഇനി തന്മാത്രയിൽ ആറ്റങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് അതിനെ എന്താക്കി തിരിച്ചിട്ടുണ്ട്? 3 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്നാണെന്ത്? ഏക അറ്റോമിക തന്മാത്ര. സോ ഏക അറ്റോമിക തന്മാത്ര എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ആറ്റം മാത്രമേ ഉള്ളൂ എങ്കിൽ അതിനെ ഏകാറ്റോമിക തന്മാത്ര എന്ന് വിളിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ അലസവാതകം. അതിലൊരാറ്റം മാത്രമേ എന്ത് ചെയ്യുള്ളൂ? കാണുള്ളൂ. എന്നാൽ
രണ്ട് ആറ്റങ്ങളുണ്ടെങ്കിൽ, ഒരു മൂലകത്തിന് രണ്ട് ആറ്റങ്ങളുണ്ടെങ്കിൽ അതിനെ ദ്വയാറ്റോമിക തന്മാത്ര എന്ന് വിളിക്കും. ഓക്കെ, സോ അതിൻ്റെ ആൻസർ ഉദാഹരണം എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഹൈഡ്രജൻ, ഓക്സിജൻ, ക്ലോറിൻ, ഇതൊക്കെ എന്താണ്? ദ്വയാറ്റോമിക തന്മാത്രയാണ്. അടുത്തത് ബഹു അറ്റോമിക തന്മാത്ര. ബഹു അറ്റോമിക തന്മാത്ര ഏതൊക്കെയാണ് വരിക? സൾഫർ S8, ഫോസ്ഫറസ് P4. സോ ഇവിടെ രണ്ടിലധികം ആറ്റങ്ങളുണ്ടെങ്കിൽ അതിനെ